ഹലോ, ഞാൻ ഇന്ന് എൻ്റെ പഴയ കമ്പനിയിലെ 2 ഫ്രണ്ട്സിനെ കാണാൻ പോവാണ്. ഞാൻ അവിടെ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി ആയിരുന്നതും ഞങ്ങൾ ഗോസിപ്പ് ചെയ്തുകൊണ്ടിരുന്നതും ഞങ്ങൾ 3 പേരും തമ്മിലായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളാണെങ്കിൽ ഒരു അടിപൊളി ഷെഫാണ്. അപ്പോൾ പുള്ളി ഇന്ന് ഞങ്ങളെ 2 പേരെയും ഒരു ലഞ്ചിന്, പുള്ളി പ്രിപ്പയർ ചെയ്യുന്നൊരു ലഞ്ചിന് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തേക്കാണ് പുള്ളിയുടെ വീട്ടിലേക്ക്. പണ്ട് പുള്ളി ഓഫീസിൽ ലഞ്ച് കൊണ്ടുവരുന്ന ദിവസമൊക്കെ പുള്ളി എനിക്കും ഇവർക്കും കൂടെ ഒരു പാക്ക് എക്സ്ട്രാ കൊണ്ടുവരും. അപ്പോൾ തന്നെ ഞങ്ങൾ പുള്ളിയുടെ ഫുഡിന് ഒരു ഫാനായതാണ്. പുള്ളി ഒരു അടിപൊളി ഷെഫ് മാത്രമല്ല, ഒരു ടീ എന്തൂസിയാസ്റ്റും കൂടിയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഹോബി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഒരാൾക്ക് ഉണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നതിന് പുള്ളീനെ കണ്ടപ്പോൾ തന്നെയാണ്. പുള്ളിയുടെ കയ്യിലാണെങ്കിൽ 150 kg ഓഫ് ടീ ലീവ്സ് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ആക്ച്വലി അത് ഈ വീട് കണ്ടാലും മനസ്സിലാവും. ഈ വീട്ടിൽ എങ്ങോട്ട് നോക്കിയാലും ടീസും പല രീതിയിൽ അത് സ്റ്റോർ ചെയ്തേക്കുന്നതും ടീ പോട്ടും ഗ്ലാസസും എല്ലാം കണ്ടാൽ തന്നെ അറിയാം പുള്ളിയുടെ കയ്യിൽ 150 അല്ല, ചിലപ്പോൾ അതിൽ കൂടുതലും ടീ ലീവ്സ് ഉണ്ടാവുമെന്ന്. ആൻഡ് പുള്ളിയുടെ കയ്യിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ടീ ലീഫ് 1980s എന്തോ ഉണ്ടായ ഒരു ടീ ലീഫാണ്. ഞാൻ പുള്ളിക്ക് പല പല ഏജിങ് കാറ്റഗറിയിലുള്ള ടീസിൻ്റെ കളക്ഷനും ഉണ്ട്. പണ്ട് ഓഫീസിൽ വെച്ച് ഞാനും ഇവളും പുള്ളിയുടെ ഗിനി പിക്സ് ആയിരുന്നു. പുള്ളി ഓരോ തരം ടീസ് ഓഫീസിൽ കൊണ്ടുവരും, ബ്രൂ ചെയ്യും, എന്നിട്ട് ഞങ്ങൾക്കൊരു കപ്പ് തരും. എന്നിട്ട് എങ്ങനെയുണ്ട്, ഇതിൻ്റെ എന്ത് ഫ്ലേവറാണ് കിട്ടുന്നത്, എന്താ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ടീനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നാറില്ല. പക്ഷേ എന്നാലും ഇത് കുടിക്കുമ്പോൾ ഒരു സുഖമാണ്. ആൻഡ് ഞാനാണെങ്കിൽ ആകെ കുടിച്ചേക്കണ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ ചായപ്പൊടി പ്ലസ് മധുരമിട്ട ചായ. മധുരമിടാത്ത ചായ ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ആൻഡ് ഞാൻ ആദ്യം ഈ ഓഫീസിൽ വന്നപ്പോൾ എനിക്ക് പുള്ളി ടീ ഓഫർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു മധുരമിട്ടൊരു ചായ ആയിരിക്കും. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ തന്നപ്പോൾ മധുരമില്ലാഞ്ഞ ചായ ആയിരുന്നപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് സർപ്രൈസിങ് ആയിരുന്നു. എനിക്ക് ഷോക്കായിരുന്നു. ഇതാണോ ടീ, ഇതെങ്ങനെ ഒരു ടീ ആവുക, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിൽ. ആൻഡ് എനിക്ക് അന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പിന്നെ ഡെയിലി പലതരം ടീ കുടിച്ച് ഈ പുള്ളി പറയുന്ന പോലെ ടീനോടുള്ള ഓരോരോ ഡിഫറൻസിയേഷൻ, ഓരോരോ ഫ്ലേവർ, ആഫ്റ്റർ ടേസ്റ്റ്, അതൊക്കെ പുള്ളി പറഞ്ഞാൽ എനിക്കും ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. പുള്ളിയുടെ കയ്യിലുള്ള ടീ ലീഫിൻ്റെ കളക്ഷൻസും അത് സ്റ്റോർ ചെയ്യുന്ന രീതിയും ഇതൊക്കെ പുള്ളി ഞങ്ങളെ കാണിച്ചു തന്നു. ഈ വീട്ടിൽ എങ്ങോട്ട് നോക്കിയാലും ഏത് ഷെൽഫോ ഡ്രോയറോ തുറന്നാലും നമുക്ക് ടീ റിലേറ്റഡ് സാധനങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ ചായല, അല്ലെങ്കിൽ പോട്ട്, അല്ലെങ്കിൽ ഗ്ലാസ്സുകൾ, ഈവൻ മിനിയേച്ചർ കുഞ്ഞു ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഓരോ ചായക്കും ഓരോ തരം പോട്ടും ഗ്ലാസ്സാണ് അത്ര ഉപയോഗിക്കേണ്ടത്. ആൻഡ് അതിൻ്റെയൊക്കെ പിന്നിൽ ഓരോരോ റീസൺസും ഉണ്ട്. ഞങ്ങൾക്ക് കണ്ടിട്ട് ചില പോട്ടൊക്കെ ഐഡൻറ്റിക്കലായിരുന്നു. പക്ഷേ പുള്ളിയെടുത്ത് നോക്കിയാൽ പുള്ളി പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലൊക്കെ ഓരോ റീസൺ ഉണ്ട്. ഈവൻ ഈ ലിഡ് തുറന്ന് അടയ്ക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഡിഫറൻസ്, അതൊക്കെ മേക്സ് എന്തൊക്കെയോ ഡിഫറൻസ്. ആൻഡ് പോകാൻ നേരമായപ്പോൾ ഞങ്ങളിവിടുത്തെ ലാൻഡ് ലോണിൻ്റെ പൂച്ചേനെ കണ്ടു. ആൻഡ് അത് കഴിഞ്ഞ് പുള്ളി ഞങ്ങൾക്ക് കുറച്ച് ടീ സാമ്പിൾസൊക്കെ തന്നു വിട്ടു. എല്ലാ തവണയും കാണുമ്പോൾ പുള്ളി ഞങ്ങൾക്ക് ഇങ്ങനെ ടീ സാമ്പിൾസൊക്കെ തരാനുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഫൈനലായിട്ടൊരു ചിയേഴ്സ് പറഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ഡേ ഇവിടെ എൻഡ് ചെയ്തു.